സോ ഹായ് ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ വ്ളോഗ് എടുക്കുന്നത്. സോ ഇന്നത്തെ വ്ളോഗ് ഒരു സ്റ്റഡി വ്ളോഗ് ആയിരിക്കും. കാരണം 2 ദിവസം കഴിഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ എക്സാമാണ്. സോ സ്റ്റഡി വ്ളോഗ്. ആൻഡ് പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ നോട്ടീസ് ചെയ്ത് കാണും, ലൈക്ക് ഞാൻ മുടി വെട്ടിയായിരുന്നു. അപ്പം മുടി വെട്ടിയതിന് ശേഷത്തുള്ള ആദ്യത്തെ വ്ളോഗാണ്. സോ ഐ ഷുഡ് പ്രോബ്ലി സ്റ്റാർട്ട് സ്റ്റഡിങ് ബൈ നൗ. സോ ഗൈസ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സിലബസാണ് ഇപ്പം നിങ്ങൾ മുമ്പിൽ കാണുന്ന 2 മോഡ്യൂളേ ഉള്ളൂ എക്സാമിന്. ഇൻറ്റേർണൽ എക്സാം അല്ലേ, സോ അത്രേ കാണത്തുള്ളൂ. അപ്പം ഞാൻ ഹൈലൈറ്ററൊക്കെ വെച്ച് മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, പഠിക്കാനുള്ള മെയിൻ പോയിൻറ്റ്സ്. ഇനി ഇതൊന്ന് പഠിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് 2 ദിവസമുണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ഞാൻ ഫുൾ ടൈം ഇത് രണ്ടും ഇരുന്ന് പഠിക്കാൻ ഞാൻ പോകുന്നില്ല. കുറച്ച് മേജറും കൂടെ പഠിക്കാനുണ്ട്, കാരണം മേജർ കുറേ സിലബസ് കവർ ചെയ്യാനുണ്ട്. സോ ഇത് മെയിനായിട്ട് പഠിച്ചിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 1-2 hours മേജർ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ മേജറിൻ്റെ എക്സാം ആകുമ്പോഴത്തേക്കും എൻ്റെ കാര്യം കട്ടപ്പുകയാവും. സോ ഇതും പിന്നെ കൂടെ ഇടയ്ക്കെങ്കിലും പഠിക്കണം മേജർ. ഹായ് ഗായ്സ്, ഇവിടെ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ഈസിയർ ദാൻ എക്സ്പെക്റ്റഡ്. എന്തായാലും എക്സാം എങ്ങനെയുണ്ട്? അബേ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. എക്സാം എങ്ങനെ? കുഴപ്പമില്ല. അപ്പം മിക്സ്ഡ് റിവ്യൂസ് ആണ് എല്ലാവരും പറയുന്നത്. സോ ഹായ് ഗായ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ എക്സാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം വീട്ടിലെത്തിയിട്ടുണ്ട്. ഒന്ന് ഉറങ്ങി എണീറ്റു. കാരണം ഞാൻ ഇന്നലെ ലേറ്റ് നൈറ്റ് വരെ സ്റ്റഡിങ് ആയിരുന്നു, കാരണം ആ പോർഷൻസ് എല്ലാം തീർക്കണ്ടേ. ഓക്കെ, സോ അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തീർന്നു. ഇനി മൺഡേ ആക്ടിവിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ് ആണ്. സോ അതിന് ഇപ്പോൾ ഒരു 3 days 4 days ഉണ്ട്. സോ അപ്പം അത് മാത്രമല്ല, നമുക്ക് ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് കൂടെ പഠിക്കണം. സോ അപ്പം അതിന് പിന്നെ ഗ്യാപ്പില്ലല്ലോ. സോ അപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകും. സോ ഇനി അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനായി കാണാം.